ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. പത്തനംമാറ്റ സീരിയലിന്റെ അപ്കമിംഗ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണല്ലോ. അപ്പം എന്തായാലും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അതെ, അവരുടെ ശരീരത്തിൽ ചെന്നിരിക്കുന്നത് ഉഗ്രവിഷമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് അവരുടെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒന്നെങ്കിൽ അവർ തളർന്നു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ എല്ലാവരും പ്രത്യേകം ഈ ദേവയാനിയെ കെയർ ചെയ്യണമെന്ന് പറയുക. നമ്മുടെ നയനയാണെങ്കിലും, ഡോക്ടറെ, എൻ്റെ അമ്മയത്, ഞാൻ എൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് കാണുന്നത്. എന്തായാലും അമ്മയെ ഞാൻ നോക്കിക്കോളാം, ആ കാര്യം ആലോചിച്ച് ആരും വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജയം പറഞ്ഞു, വേണ്ട മോളെ, മോൾക്കത് വലിയ ബുദ്ധിമുട്ടാകും, നമുക്കൊരു ഹോം നേഴ്സിനെ അറേഞ്ച് ചെയ്യാം. അച്ഛ, അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞ് നയനയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്യാന്നുള്ളൊരു കാര്യം നമ്മുടെ ആദർശനോടും ജയനോടും ഒക്കെ സംസാരിക്കുക. അപ്പോൾ ജയനാണെങ്കിലും, എന്നാൽ ശരി, മോളുടെ ഇഷ്ടം പോലെ ആവട്ടെ, പക്ഷേ മോള് പരിചരിക്കുന്നത് ദേവയാനിക്ക് ഇഷ്ടപ്പെടുമെന്ന് കണ്ടറിയണം. അത് സാരമില്ല അച്ഛ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റാരെക്കാട്ടിലും കൂടുതൽ എനിക്ക് അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. എന്തായാലും എൻ്റെ അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം, അത് പൊന്നുപോലെ എന്ന് ജയൻ്റെ മുന്നിൽ നയന ഇങ്ങനെ പറയുക. പിന്നീട് ഇതാ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനാമികയും മോളുടെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ കൂടെ വരികയാണ്. എല്ലാവരും ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ദേവയാനി ഒരേ മയക്കത്തിൽ കിടക്കുക. നയനയാണെങ്കിൽ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അനാമിക, അവളുടെ ഒരു അഭിനയം. അവളെന്തായാലും ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ദേവയാനിയുടെ മുന്നിൽ നല്ല പിള്ള ചമഞ്ഞ് നിൽക്കുമായിരിക്കും. പിന്നെതാ മുത്തശ്ശനും മുത്തശ്ശിയും നയനയെ വാഴ്ത്തി പാടാൻ വേണ്ടി കൂടെ വന്നിട്ടുണ്ടല്ലോ. എൻ്റെ അമ്മ, ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് സഹിച്ചിവിടെ നിൽക്കുന്നത്? എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് തോന്നുകയാണ്. എൻ്റെ മോളെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്തല്ലേ നീ ഭക്ഷണം കഴിച്ചത്, പിന്നെ നിനക്ക് വിശപ്പാണോന്ന് ചോദിച്ച് രേവതി നമ്മുടെ അനാമികയെ ശകാരിക്കുക. എൻ്റെ അമ്മ, എനിക്ക് വിശക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ ആശുപത്രി സെറ്റപ്പിലൊന്നും നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. പിന്നെ അവർ വല്യമ്മയാണല്ലോ, എങ്ങാനും അവർ രക്ഷപ്പെട്ട് തിരിച്ച് അനന്തപുരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഈ നയനയും അതുപോലെ ദേവയാനിയും തമ്മിൽ അടുപ്പിക്കേണ്ടതൊക്കെ ഞാനല്ലേ. അതുകൊണ്ട് അവരെ ഒന്ന് സ്നേഹിച്ച് നിൽക്കണം. എന്തായാലും ഞാൻ വല്യമ്മയെ ഒന്ന് പോയി കാണട്ടെ. ശരി മോളെ, നീ പോയി കണ്ടിട്ട് വാന്ന് പറയുക. അങ്ങനെ നമ്മുടെ അനാമിക ആ ഒരു റൂമിനകത്ത് കയറി. ആ സമയം നമ്മുടെ ദേവയാനി നല്ല മയക്കമാണ്. വല്യമ്മയെ വല്യമ്മയെ എന്നുള്ള ആ ഒരു കിളിനാദം കേൾക്കുമ്പോൾ വല്യമ്മ പതിയെ കണ്ണു തുറന്നു. മോളെത്തിയോ? മോളെ ഞാൻ അന്വേഷിച്ചായിരുന്നു. മോളെ, വല്യമ്മയ്ക്ക് തീരെയും വയ്യ മോളെ. വല്യമ്മ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇത് ആരോ ചെയ്തൊരു ചതിയാണെന്ന് തന്നെയാ എല്ലാവരും പറയുന്നത്. എന്തായാലും വല്യമ്മയോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉള്ളത് ആ വീട്ടിൽ നയനയ്ക്ക് മാത്രമാണ്. നയനയും നയനയുടെ ചേച്ചി നവ്യയും മാത്രമേ വല്യമ്മയോട് ഇങ്ങനെയുള്ളൊരു ക്രൂരത കാണിക്കുകയുള്ളൂ. എന്തായാലും വല്യമ്മ വിഷമിക്കണ്ട, ഞാൻ ഇവിടെ എത്തിയില്ലേ മോളെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാവുന്നില്ല. വല്യമ്മ വിഷമിക്കണ്ട കേട്ടോ, വല്യമ്മയുടെ ഒപ്പം ഞാനിരിക്കാം, വല്യമ്മയെ കെയർ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ഇവള് സോപ്പിട്ട് പതപ്പിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം നമ്മുടെ അനാമിക അവിടെ ഇരിക്കുകയാണ്. അപ്പം നയനയാണെങ്കിൽ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വരിക. നയന ഇവളെ കണ്ടതും, എത്തിയോ? ഇത് എപ്പോൾ എത്തി? അല്ല, എൻ്റെ അമ്മ പാല് കുടിച്ച സമയത്ത് അതിലെന്തൊക്കെയോ ചില പൊരുത്തക്കേടുകളൊക്കെ എനിക്ക് തോന്നി. നിങ്ങളന്ന് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പായസത്തിൽ എന്തൊക്കെയോ കലക്കി തന്നിട്ട് നിങ്ങളുടെ വയറ് കേടാക്കിയത് ഞാനും എൻ്റെ നവ്യ ചേച്ചിയാണെന്ന്. പക്ഷേ ഇവിടെ എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ടെന്ന് എനിക്കും എൻ്റെ നവ്യ ചേച്ചിക്കും നല്ല സംശയമുണ്ട്. അനാമിക ഇതൊക്കെ കേട്ടില്ലേ വല്യമ്മ, ഇവൾ എന്തൊക്കെയാ പറയുന്നതെന്ന് അവസാനം പറഞ്ഞു വരുമ്പോൾ എൻ്റെ തലയിൽ കൊണ്ടുവന്നിടുകയാണല്ലേ. എടി, നിനക്ക് ഹണിമൂണിന് പോകാൻ പറ്റാത്തതിൻ്റെ സങ്കടം നീ ഇങ്ങനെ തീർത്തതല്ലേ. അതിനു വേണ്ടി വല്യമ്മയ്ക്ക് എന്തൊക്കെയോ കലക്കി കൊടുത്ത് വല്യമ്മ ഈ അവസ്ഥയിലാക്കിയത് നീ അല്ലേ ഇടി എന്ന് ചോദിക്കുക. നിന്റെ വാടി പോടി സംഭവമൊക്കെ അത് നിന്റെ കുടുംബത്തുള്ളവരെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് നയന നല്ല രൂക്ഷമായ ഭാഷയിൽ അനാമികയോട് സംസാരിക്കുകയാണ്. ദേവയാനി ആണെങ്കിലോ, എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്ന് നിർത്തിക്കോ, എനിക്കൊരല്പം സമാധാനം വേണം, എനിക്ക് തീരെ വയ്യ. നയന അപ്പുറത്തേക്ക് പോകുന്നും പറഞ്ഞ് നയനയെ പറഞ്ഞു വിടുകയാണ്. അനാമികയാണെങ്കിലോ, വല്യമ്മയ്ക്ക് കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ, പാലെടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അവിടെ ഇങ്ങനെ കയറി കൂടുകയാണ്. എന്തായാലും എനിക്കിപ്പോൾ കുടിക്കാനൊന്നും വേണ്ട മോളെ. മോളൊരു കാര്യം ചെയ്യ്, മോള് ആദർശനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കുക. അങ്ങനെ അനാമിക പോയി ആദർശനെ വിളിച്ചു. അപ്പോൾ ഈ സമയത്താണെങ്കിലോ നമ്മുടെ ദേവയാനി ആദർശനോട് പറഞ്ഞു, മോനെ, അമ്മ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ അമ്മയെ നോക്കാനായിട്ട് അനാമിക മോള് തയ്യാറാണ്. അതുകൊണ്ട് മോൻ ഹോം നേഴ്സിനെ ഒന്നും അറേഞ്ച് ചെയ്യണ്ട. നമ്മുടെ അനാമികയ്ക്ക് നല്ല മുട്ടൻ പണിയാണ് ദേവയാനി കൊടുത്തത്. അനാമിക ഇത് കേട്ടതും വാ പൊളിച്ച് നിൽക്കുക. ഇതെന്തൊക്കെയാ ഇവർ പറയുന്നത്? ദൈവമേ, ഇവർ കിടപ്പാണ്,
ഇവരെ ഇനി ഞാൻ നോക്കേണ്ടി വരുമോ? ഈശ്വര, ഇവിടുന്ന് എസ്കേപ്പ് ആയില്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് വിചാരിച്ച് നമ്മുടെ അനാമിക പറഞ്ഞു. അതെ വല്യമ്മ, എനിക്ക് നല്ലതായിട്ട് ദാഹിക്കുന്നുണ്ട്, ഞാൻ പുറത്ത് പോയി ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാട്ടോ. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോകുന്ന അനാമിക നേരെ ഓടിച്ചെല്ലുന്നത് അവളുടെ അമ്മയുടെ അടുത്തേക്കാ. എൻ്റെ അമ്മയെ ഒന്നും പറയണ്ട, ഇക്കാലത്ത് ഒരാളെ സഹായിക്കാൻ കൊള്ളൂല. ഞാൻ കുറച്ച് സമയം അവരുടെ അടുത്തിരുന്ന് അവരെ പരിചരിച്ചതിൻ്റെ ആ ഒരു സ്നേഹം അവർ വിചാരിച്ചു എൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന്. എന്നിട്ട് അവരുണ്ടല്ലോ പറയാ, മോനെ ആദർശ്, ഇനി ഹോം നേഴ്സിനെ ഒന്നും വിളിക്കണ്ട, ദേ ഈ അനാമിക മോള് എന്നെ നോക്കിക്കോളൂ എന്ന്. അവർക്ക് നയനെ നോക്കുന്നതിലും തൃപ്തി ഞാൻ നോക്കുന്നതാണെന്ന്. എൻ്റെ അമ്മയെ ഞാൻ അവിടുന്ന് കുറച്ച് ജ്യൂസ് കുടിക്കാനുണ്ടെന്നും പറഞ്ഞ് പുറത്തേക്ക് പോരുക ചെയ്തത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോകണം കേട്ടോ, അവരാശുപത്രി കിടന്നോട്ടെ, ഞാൻ എന്തെങ്കിലും തട്ടാമുട്ടി പറഞ്ഞ് രക്ഷപ്പെട്ടോളാന്നും പറഞ്ഞ് അനാമിക പിടിച്ചപിടിയാലെ അമ്മയും കൂട്ടി അവിടുന്ന് പോവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഡോക്ടർ വരികയാണ് ആ റൂമിലേക്ക്. ഡോക്ടർ വന്നിട്ടാണെങ്കിലോ, അതെ ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത് ആരാണ്? നയനയാണോ എന്ന് ചോദിക്കുക. അതെ ഡോക്ടറെ, ഞാനാ നിൽക്കുന്നത്. ഇവർക്ക് കുറച്ച് നാളത്തേക്ക് നല്ല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു 2-3 മാസത്തിനുള്ളിൽ എല്ലാം നോർമൽ ആകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും നമുക്ക് ഈശ്വരനെ കൂടി വിളിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കൂടെ ഡോക്ടറിനോട് നമ്മുടെ ആദർശ് ഹോം നേഴ്സിനെ നിർത്തണോ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പോൾ, വേണ്ടെന്നേ, നിങ്ങൾ മക്കൾ ആരെങ്കിലും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരിക്ക് ഇപ്പൊ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ബാഗും അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളും അവരുടെ മേലൊക്കെ ഒന്ന് തുടച്ചുമൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പകുതി ക്ഷീണം മാറും. എന്തായാലും ആശുപത്രി കിടക്കുന്നതിൻ്റെ എല്ലാ ക്ഷീണവും ആദർശിൻ്റെ അമ്മയുടെ മുഖത്തുണ്ടെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷമാണെങ്കിലോ, ആദർശേട്ടാ, ഞാൻ കുറച്ച് സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് എഴുതി തരാം, ആദർശേട്ടൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുമോയെന്ന് ചോദിച്ച് നയന ആദർശിൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആദർശ് അവിടെ നിന്ന് പോയതും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വെളിയിൽ വന്നിരിക്കുകയാണല്ലോ. അപ്പം നയനകത്ത് നമ്മുടെ ദേവയാനിയെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് ദേവയാനിയുടെ മേലൊക്കെ തുടച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് അതിനുശേഷം ദേവയാനിയെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ച് നല്ല മിടുക്കത്തിയാക്കി ഇരുത്തിയിരിക്കുകയാണ്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുമ്പം നേരത്തെ ആ ഒരു വായു വലിച്ച് കിടന്ന ദേവയാനിയല്ല ഇപ്പോൾ അവർ കാണുന്നത്, ഉഷാറായിട്ട് കുത്തിയിരിക്കുന്ന ദേവയാനിയെ. ഇത് കാണുന്ന സമയത്ത് മുത്തശ്ശനാണെങ്കിലോ, എന്തായാലും ഇപ്പം എൻ്റെ ദേവയാനിക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ട്. മോളെ നയനെ, നീ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഇവളെ ഇനിയും മാറും. പെട്ടെന്ന് തന്നെ നിന്റെ അമ്മായിയമ്മ എഴുന്നേറ്റ് നടക്കും. പിന്നെ നീയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഈ സമയത്ത് നിന്നെ പരിചരിക്കാമെന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അനാമിക, അവളെങ്ങോട്ട് പോയെന്ന് നിനക്കറിയാവോ? അച്ഛാ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അനാമിക മോള് എന്നെ നോക്കാന്നും പറഞ്ഞ് എന്നോട് വാക്ക് പറഞ്ഞതാ. എന്നിട്ട് മോൾ എവിടെ പോയച്ചാ? മോള് വീട്ടിൽ പോയിരിക്കുക. ഇനി ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും നീ എത്രയൊക്കെ തുള്ളിയാലും ദേവേനി, നിനക്ക് എന്തെങ്കിലും വയ്യായിക വന്നാൽ ഈ നിൽക്കുന്ന നയനയും ആദർശും മാത്രമേ ഉണ്ടാകുള്ളൂ. അതൊക്കെ നീ ഒന്ന് മനസ്സിലാക്ക്. ഇനിയെങ്കിലും മക്കളെ സ്നേഹിച്ച് മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ ഒത്ത് ജീവിക്കുന്ന ഒരമ്മയായി മാറെന്നൊക്കെ പറഞ്ഞ് മൂർത്തി മുത്തശ്ശന് ഉപദേശിക്കുക. മുത്തശ്ശി ഒട്ടും മടിക്കുന്നില്ല. മുത്തശ്ശി നല്ല രീതിയിൽ തന്നെ ദേവയാനിയോട് സംസാരിച്ചു. മോളെ, ഈ നയന മോളെ കണ്ടെത്തിയത് തന്നെ നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ ഐശ്വര്യമായിട്ട് തന്നെയാണ്. ആ മോള് നല്ല രീതിയിൽ നിന്നെ നോക്കുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? അവളുടെ ഇഷ്ടത്തിനും അതുപോലെ തന്നെ അവളുടെ സന്തോഷത്തിനും അനുസരിച്ച് ഇനിയെങ്കിലും ആ കുട്ടിയെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കും. ഇത്രയൊക്കെ പറഞ്ഞ് മുത്തുവും മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ഇതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾ. അപ്പോൾ ദേവയാനി ആണെങ്കിലോ നമ്മുടെ നയനയുടെ ആ ഒരു നന്മകളൊക്കെ തിരിച്ചറിഞ്ഞ് നയനയെ പതിയെ സ്നേഹിച്ചു തുടങ്ങും. എന്തായാലും 2 മാസക്കാലത്തോളം പുള്ളിക്കാരി ഒരേ കിടപ്പ് കിടക്കാൻ പോവുകയാണല്ലോ. അപ്പം ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കേ.